ഫസ്റ്റ്ലി ഭാരത് മാല പരിയോജനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. അപ്പം ഇത് ലാസ്റ്റ് നമ്മുടെ ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണെന്ന് അറിയായിരിക്കും. ഏതാണ് ആൻസർ? റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അല്ലെങ്കിൽ മോർത്ത് 2017 ആരംഭിച്ച ഭാരത് മാല പരിയോജനയുടെ പ്രധാനപ്പെട്ട സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ്? അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ മാർക്ക് ചെയ്തതൊന്നും കണ്ടിട്ടില്ലേ? ആദ്യം ഞാൻ മാർക്ക് ചെയ്തൊന്ന് കാണിക്കട്ടെ, പ്രൂഫ് വേണമല്ലോ. ഏതാ? ഇവിടെ തന്നെ അല്ലേ മാർക്ക് ചെയ്ത് പഠിപ്പിച്ചത്? അതോ മാർക്കിങ് മാറിപ്പോയതാണോ? എന്തുവാ പിള്ളേരെ, തെക്കെന്ന് പറഞ്ഞ തെക്ക് കിഴക്കെന്ന് പറഞ്ഞ ഇത് മാറിപ്പോത്തില്ലേ? ഖദീജ മാത്രം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം ഈ പറയുന്ന ഭാരത് മാല പരിയോജനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഇതാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സാമ്പത്തിക പരിഗണനകളുടെയും മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകളുടെയും സമഗ്രമായ എത്ര കിലോമീറ്റർ വികസനമാണ്? അതിനകത്ത് താഴെ തന്നെ ഞാൻ എഴുതി 34,800 എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് അല്ലെ? കിലോമീറ്റർ ശൃംഖലയുടെ വികസനം, 34,800 കിലോമീറ്റർ ശൃംഖലയുടെ വികസനം. അപ്പൊ നോക്കാം, ഏതൊരു രാജ്യത്തിന്റെയും വികസനം ഗതാഗത ശൃംഖലകളെയും അവ എങ്ങനെ പരിപാലിക്കുന്നു എന്നതിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇന്ത്യ പോലെയുള്ള ഒരു വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ വികസനത്തിനും ഇത് ബാധകമാണ്. പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനും സുഗമമായ ഗതാഗതം നിലനിർത്തുന്നതിനും പുതിയതും വികസിപ്പിച്ചതുമായ റോഡുകളുടെ നിർമ്മാണം അത്യാവശ്യമാണ്. ഭാരത് മാല പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഇത് കൈവരിക്കാനാവും. ഈ പദ്ധതി പ്രകാരം പുതിയ റോഡുകൾ സ്ഥാപിക്കപ്പെടും. ഇനി സാമ്പത്തിക ഇടനാഴികൾ, ഇന്റർ കോറിഡോറുകൾ, ഫീഡർ റൂട്ടുകൾ, ദേശീയ ഇടനാഴി, കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ, അതിർത്തി, അന്താരാഷ്ട്ര കണക്ടിവിറ്റി റോഡുകൾ, തീരദേശ തുറമുഖ കണക്ടിവിറ്റി റോഡുകൾ, ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകൾ തുടങ്ങിയ ഫലപ്രദമായ ഇടപെടലുകളിലൂടെ നിർണായകമായ അടിസ്ഥാന സൗകര്യ വിടവുകൾ നികത്തുന്നതിലൂടെ രാജ്യത്തുടനീളമുള്ള ചരക്ക് യാത്രാ ഗതാഗതത്തിന്റെ കാര്യക്ഷമത ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഭാരത് മാല പരിയോജന എന്ന് പറയുന്നത്. ഭാരത് മാല പരിയോജന ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത്? 2017 2017 ഇത് ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തുവാണ്? ഗതാഗതം കൂട്ടുവാണ്. കൂടാതെ എന്ത് ചെയ്യുന്നു? സാമ്പത്തിക ഇടനാഴികൾ, ഇന്റർ കോറിഡോറുകൾ, ഫീഡർ റൂട്ടുകൾ, ദേശീയ ഇടനാഴി, കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ, അതിർത്തി, അന്താരാഷ്ട്ര കണക്ടിവിറ്റി റോഡുകൾ, ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകൾ തുടങ്ങിയ ഫലപ്രദമായ ഇടപെടലുകളിലൂടെ നിർണായകമായ അടിസ്ഥാന സൗകര്യ വിടവുകൾ നികത്തുന്നതിലൂടെ ചരക്ക് യാത്രാ ഗതാഗതത്തിന്റെ എന്തിന്റെയാണ്? യാത്രയുടെ മാത്രമല്ല, ഈ ഗുഡ്സിന്റെയും കാര്യക്ഷമത ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പുതിയ പദ്ധതിയാണ് ഭാരത് മാല പരിയോജന എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മോദിയാണ്, ആരാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്? നിതിൻ ഗഡ്കരിയാണ്. റോഡ് ശൃംഖല മെച്ചപ്പെടുത്താനായി ഒരു പാൻ നാഷണൽ പദ്ധതി നടപ്പിലാക്കുക എന്നത് പ്രധാനമന്ത്രിയുടെ ആശയം ആയിരുന്നു. റോഡ് ശൃംഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇത് പാൻ നാഷൻ പദ്ധതി. ഇപ്പൊ പാൻ ഇന്ത്യൻ ഫിലിം എന്നൊക്കെ പറഞ്ഞ പോലെ പാൻ നേഷൻ പദ്ധതി നടപ്പിലാക്കുക എന്നത് പ്രധാനമന്ത്രിയുടെ ആശയമായിരുന്നു. പദ്ധതിയുടെ എല്ലാ പ്രധാന വശങ്ങളും രാജ്യത്തെ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയമായിരിക്കും കൈകാര്യം ചെയ്തത്. എല്ലാ വശങ്ങളും ആരാണ്? റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം. അതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിനാണ് ക്വസ്റ്റിനകത്ത് MORTH എന്ന് പറയുന്നത്. എന്താ MORTH? റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം, മോർത്ത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഓർത്ത് വെച്ചേക്കണം? 2017 ആരുടെ ഐഡിയ ആയിരുന്നു? മോദിയുടെ ഐഡിയ ആയിരുന്നു. ആരാണ് ആ ഒരു സംഭവം ഇനാഗുറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയത്? നിതിൻ ഗഡ്കരി.
ഇനി ഇതിന്റെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ ഒന്നാമത്തെ കാര്യം. അപ്പൊ അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പിന്നെ നോട്ട് എഴുതണം, ഇപ്പൊ ഒന്നും നോട്ട് എഴുതണ്ട കേട്ടോ. അപ്പൊ പദ്ധതിയുടെ പ്രധാനപ്പെട്ട, അതായത് ആ കീ പോയിന്റ്സ് മാത്രം പിന്നീട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഒന്നാമത്തത് ക്വാളിറ്റി മെച്ചപ്പെടുത്തുക. രണ്ടാമത്തെ എന്താണ്? മൊത്തം റോഡ് നിർമ്മാണം നടത്തുക. മൊത്തം റോഡ് നിർമ്മാണം. അപ്പൊ ഈ ഒരു പോയിന്റ് കണ്ടോ, പദ്ധതിയുടെ കരട് പ്രകാരം സർക്കാർ മന്ത്രാലയവും പുതിയ റോഡുകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കും. ഇത് മൊത്തം 34,800 കിലോമീറ്റർ. ഇതല്ലേ പരീക്ഷയ്ക്കകത്ത് വന്ന ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട്, കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് വളരെ വ്യക്തമായിട്ട് വായിച്ചു വിടണം. നമുക്ക് ആ ഒരു ഐഡിയയും വേണം, എന്നാലേ എഴുതാൻ പറ്റത്തുള്ളൂ. റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. മൊത്തം റോഡ് നിർമ്മാണം. പദ്ധതിയുടെ കരട് പ്രകാരം സർക്കാരും മന്ത്രാലയവും പുതിയ റോഡുകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കും. ആ പുതിയ റോഡുകളുടെ എത്ര കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 34,800 കിലോമീറ്റർ ഉണ്ട്. ഇനി അടുത്തതാണ് സംയോജിത പദ്ധതി എന്ന് പറയുന്നത്. ഇന്നാളിൽ വേറെ പരീക്ഷയ്ക്കകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഉള്ള സംയോജിത പദ്ധതി ഏത്? ഇനി കാലാവധി എത്രയാണ്? നെക്സ്റ്റ്, ദിവസേനയുള്ള ഗതാഗത കുരുക്ക്, ഘട്ടം ഘട്ടമായിട്ടുള്ള വിഭജനം, ഒന്നിലധികം സ്രോതസ്സുകൾ കണ്ടെത്തൽ, റോഡ് നിർമ്മാണത്തിന്റെ വിവിധ ഭാഗങ്ങള്. ഇത്രയുമാണ് ഇതിന്റെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭാരത് മാല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സവിശേഷതകൾ. അപ്പൊ അതിനകത്ത് എന്തു? ആദ്യം റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ, അതായത് ഉള്ള റോഡിനെ ഒന്നുകൂടെ ഒന്ന് പുതിയൊരു രീതിയിൽ റിനോവേഷൻ ഒക്കെ ചെയ്യത്തക്ക രീതിയിൽ അതിന്റെ ഗുണനിലവാരം, ക്വാളിറ്റി കൂട്ടുക. നന്നായി പരിപാലിക്കപ്പെട്ടതും വികസിപ്പിച്ചതുമായ റോഡുകളുടെ രൂപത്തിൽ രാജ്യത്ത് വികസനത്തിന്റെ ഒരു പുതിയ തരംഗം കൊണ്ടുവരുന്നതിനാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയുടെ കീഴിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള റോഡുകളുടെ നിർമ്മാണം ഏറ്റെടുക്കും. അപ്പം ഈ എന്തോ നമ്മൾ പഠിക്കുന്നത്? ഏത് പദ്ധതിയാണ്? ഭാരത് മാല എന്ന് പറയുന്നത്. ഭാരത് മാല പരിയോജന പദ്ധതിയുടെ അണ്ടറിലാണ് രാജ്യത്ത് നടക്കുന്ന എല്ലാ റോഡിന്റെ വികസനവും എന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. ഉള്ള റോഡ് പുതുതായിട്ട് നിർമ്മിക്കുവാണെങ്കിലും അതിന്റെ ക്വാളിറ്റി കൂട്ടുവാണെങ്കിലും എല്ലാം ഭാരത് മാലയുടെ അണ്ടറിലായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ ഇത് പ്രകാരം എത്ര കിലോമീറ്റർ നമ്മൾക്കുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും അമൃത? 34,800 കിലോമീറ്റർ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു സംയോജിത പദ്ധതി എന്ന് പറഞ്ഞിരിക്കുന്നത് റോഡ് വികസനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഭാരത് മാല. റോഡ് വികസനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഭാരത് മാല. ഇതിൽ മറ്റ് നിരവധി അനുബന്ധ പരിപാടികളും ഉണ്ട്. എല്ലാ പദ്ധതികളും പൂർത്തിയാകുന്നതോടെ പദ്ധതിയുടെ മൊത്തത്തിലുള്ള വിജയം ഉറപ്പാക്കപ്പെടും. അത് ഒരു സൈഡിലാണ് റോഡ് റിലേറ്റ് ചെയ്തിരുന്നത്. ബാലൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇടനാഴിയുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ഇടനാഴി, അല്ലെങ്കിൽ അല്ലാത്ത കൊറിഡോർ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിയുടെ ആകെ കാലാവധി 5 വർഷം, അതായത് 2017 മുതൽ 2022 വരെയാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, ആകെ കാലാവധി. ഇനിയും അത് കൂടാതെ ഘട്ടം ഘട്ടമായി വിഭജനം, പദ്ധതിയുടെ വ്യാപ്തിയും കണക്കിലെടുത്ത് ഇത് 7 വ്യത്യസ്ത ഘട്ടങ്ങളിലായി വിഭജിക്കപ്പെടും. അപ്പൊ എത്ര ഘട്ടങ്ങളായിട്ടാണ് ഈ ഭാരത് മാല പരിയോജന വിഭജിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ഘട്ടങ്ങളായിട്ടാണ് വിഭജിക്കപ്പെടുന്നത്. എത്രയാണ്? 7 വ്യത്യസ്ത ഘട്ടങ്ങളായിട്ടാണ്. ഇപ്പം 2017-22 ഫസ്റ്റ് ഫേസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ സെക്കൻഡ് ഫേസിലേക്കാണ് പോകുന്നത്. ദിവസേനയുള്ള ഗതാഗത കുരുക്ക്, ആദ്യഘട്ടം സമയബന്ധമായി പൂർത്തിയാക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പ് പ്രതിദിനം കുറഞ്ഞത് 18 കിലോമീറ്റർ പാത നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സമയം പാഴാക്കുന്നതിനായി ഇത് പ്രതിദിനം 30 കിലോമീറ്റർ ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. എന്താ പറയുന്നത്? ആദ്യഘട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പ് പ്രതിദിനം കുറഞ്ഞത് 18 കിലോമീറ്റർ പാത നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം എത്ര കിലോമീറ്റർ പാത നിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്? 18 കിലോമീറ്റർ. സമയം പാഴാക്കുന്നതിനായി ഇത് പ്രതിദിനം 30 കിലോമീറ്ററായി ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അപ്പം അത് ഡിസൈഡ് ചെയ്തത് 18 ആണ് എങ്കിലും പാഴാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് 30 കിലോമീറ്ററിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമങ്ങളൊക്കെ തുടരുന്നുണ്ട്. റോഡ് നിർമ്മാണത്തിന്റെ വിവിധ ഭാഗങ്ങൾ, മികച്ച കണക്ടിവിറ്റി നൽകുന്നതിനായി വിവിധ ഭാഗങ്ങളിലുള്ള റോഡുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുമെന്ന് പദ്ധതിയുടെ ഔദ്യോഗിക കരടിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്.
കുറെ പോർഷൻസ് ഒക്കെ ചിലപ്പം എടുക്കേണ്ടി വരുമല്ലോ ഇവർക്കൊക്കെ. അപ്പം അതൊക്കെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ടോ എന്ന് ചോദിക്കാം. മേ ബി യെസ്. ഒന്നിലധികം സ്രോതസ്സുകൾ ഒരു വലിയ പദ്ധതിക്ക് ധനസഹായം നൽകുന്നതിന് ഒരു സ്രോതസ് മതിയാകില്ല. അതിനാൽ ചെലവുകൾ നിറവേറ്റുന്നതിന് മതിയായ പണം കണ്ടെത്തുന്നതിന് സർക്കാരിന് മറ്റ് സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടി വരും. എന്താണ്? അതായത് ഒരു സൈഡിൽ നിന്ന് മാത്രമാണെങ്കിൽ ഇത്രയും വലിയ 34,800 കിലോമീറ്ററോളം ചെയ്യാൻ പറ്റില്ല. അപ്പം ഒന്നിൽ കൂടുതൽ ധനസഹായം നൽകുന്ന സ്രോതസ്സുകളെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവര് ആശ്രയിക്കേണ്ടി വരും. അപ്പൊ അത്രയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിനകത്ത് നല്ലൊരു പോയിന്റേ ഉള്ളായിരുന്നു. ആ ഒരു പോയിന്റാണ് പരീക്ഷയ്ക്കകത്ത് വന്നത്. അതൊന്നുകൂടെ കാണിച്ചു തരാം. അതായത് സാമ്പത്തിക പരിഗണനകളുടെയും മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകളുടെയും സമഗ്രമായ 34,800 കിലോമീറ്റർ ശൃംഖല വികസനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2017 ആരംഭിച്ച ഭാരത് മാല പരിയോജന പ്രധാനപ്പെട്ടത്. വിദൂര ഗ്രാമീണരെ പ്രധാന ഹൈവേകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതാണോ ഇതിന്റെ ലക്ഷ്യം? അല്ല. അതിനെ പ്രധാനപ്പെട്ട എന്താണ്? നല്ല റോഡുകൾ വരുന്ന സമയത്ത് അതുമായിട്ട് നല്ല സാമ്പത്തിക ഇടനാഴികളെയും എല്ലാം കൂടെ കണക്ട് ചെയ്ത് പുതിയ അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യാമോ അതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള റോഡ് ശൃംഖലയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ അത്രയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് ഫസ്റ്റ് പോയിന്റ്. ഇനി ഇതുപോലെ തന്നെ ഇതിന്റെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഫേസിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഏത് രീതിയിലാണ് നമുക്ക് ചോദ്യം വരുന്നതെന്നുള്ള കാര്യം അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഈ കണ്ടോ അടുത്തതായിട്ട് പറയുന്നത് മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകളുടെ വികസനത്തിലൂടെയും ചോക്ക് പോയിന്റ് ഇല്ലാതാക്കുന്നതിലൂടെയും നിലവിലുള്ള ഇടനാഴികളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്. മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകളുടെ വികസനത്തിലൂടെയും ചോക്ക് പോയിന്റ് ഇല്ലാതാക്കുന്നതിലൂടെയും നിലവിലുള്ള ഇടനാഴികളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ. ഇനി വടക്ക് കിഴക്കൻ മേഖലയിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും ഉൾനാടൻ ജലപാതയുമായുള്ള സിനർജികൾ ഉപയോഗിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്? വടക്ക് കിഴക്കൻ മേഖലകളുമായിട്ട് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നു. ഇനി ജലപാതകളുമായുള്ള സിനർജികൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഇതിനകത്ത് ഭാരത് മാല പരിയോജനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്നതാണ്. ചെക്ക് പോയിന്റ് ആണോ? ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ആയിരിക്കും, അറിയില്ല. ചോക്ക് പോയിന്റ് ഉണ്ടോ നോക്കും. ഇനി അവരുടെ സാമ്പത്തിക ഇടനാഴിയുടെ വല്ലതും ഉണ്ടോ? ഇനിയും അടുത്തതായിട്ട് പദ്ധതി തയ്യാറാക്കലിനും ആസ്തി നിരീക്ഷണത്തിനും സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രീയ ആസൂത്രണത്തിന്റെയും ഉപയോഗത്തിന് ഊന്നൽ നൽകുക. സാങ്കേതിക വിദ്യയും അതായത് പ്ലാനിങ്ങും അതിനെ ഒബ്സർവ് ചെയ്യുന്നതും എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കൂടുതൽ ചെയ്യുക. പദ്ധതി നിർവഹണം വേഗത്തിലാക്കാൻ അധികാരങ്ങൾ കൈമാറൽ. അത് തന്നെയാണ് ചോക്ക് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ പോയിന്റ് ഓഫ് കൺജക്ഷൻ ഓർ ബ്ലോക്കേജ്. ഓക്കെ. പദ്ധതി നിർവഹണം വേഗത്തിലാക്കാൻ അധികാരങ്ങൾ കൈമാറൽ ഒന്നാം ഘട്ടം 2022 കൂടിയിട്ട് പൂർത്തിയാകും. വടക്ക് കിഴക്കൻ മേഖലയിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, അത് മുമ്പേ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. ഇനി വിഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, കുറെ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ഇടനാഴി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതനുസരിച്ച് എത്ര കിലോമീറ്റർ സാമ്പത്തിക ഇടനാഴികളുടെ നിർമ്മാണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും? 900 കിലോമീറ്റർ. റോഡ് നിർമ്മാണ പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സാമ്പത്തിക ഇടനാഴി എന്ന് ചോദിക്കുമ്പോൾ എത്ര പറയണം? 900 കിലോമീറ്റർ. ഫീഡർ റൂട്ട് അല്ലെങ്കിൽ ഇന്റർ കോറിഡോർ വിഭാഗത്തിൽപ്പെടുന്ന റോഡുകളുടെ ആകെ നീളം എത്ര വരുന്നുണ്ട്? 6000. ഫീഡർ റൂട്ട് അല്ലെങ്കിൽ ഇന്റർ കോറിഡോർ നമുക്കറിയത്തില്ല ഈ ഒരു റോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ങ്ങളൊക്കെ. അതിനകത്ത് വരുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഈ ഫീഡർ റൂട്ട്, ഇന്റർ കോറിഡോർ, അതെന്താണ്? 6000 കിലോമീറ്റർ. അതെ. സിൽഗുരി ഇടനാഴി. ദേശീയ ഇടനാഴി കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ. റോഡുകൾ തമ്മിലുള്ള മികച്ച ബന്ധനത്തിനായി ഈ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന 5000 കിലോമീറ്റർ റോഡുകൾ ദേശീയ ഇടനാഴിയുടെ വിഭാഗത്തിൽപ്പെടും. അപ്പൊ നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഏത് രീതിയിലായിരിക്കും? സാമ്പത്തിക ഇടനാഴി എത്ര വരും? ഫീഡർ റൂട്ട് അല്ലെങ്കിൽ ഇന്റർ കോറിഡോർ എത്ര കിലോമീറ്റർ വരും? അതുപോലെ തന്നെ ദേശീയ ഇടനാഴി എത്ര വരും? അത് മൂന്നും നിങ്ങൾ ഇപ്പൊ പഠിച്ചു വെച്ചിരിക്കണം. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് നമ്മൾ മുമ്പേ പറഞ്ഞു, പിന്നെ ഈ നോഡൽ റിലേറ്റ് ഒക്കെ ചെയ്തിട്ട്
4800 34,800 എന്ന് പറയുന്നത് പോലെ സാമ്പത്തിക ഇടനാഴിക്ക് വേണ്ടിയിട്ട് എത്ര എണ്ണം കേന്ദ്ര സർക്കാർ നിർമ്മിച്ചു കൊടുക്കും? 900 കിലോമീറ്റർ. ദെൻ 6000 കിലോമീറ്റർ എന്ത് വരുന്നുണ്ട്? ഫീഡർ റൂട്ട് അല്ലെങ്കിൽ ഇന്റർ കോറിഡോർ. ഇതെല്ലാം ആ ഒരു ടൈമിലേക്കുള്ള റോഡിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് 900, ഇത് 6000. ഇനി അടുത്തത് എന്തോ പറഞ്ഞത്? ദേശീയ ഇടനാഴി റിലേറ്റ് ചെയ്ത് എത്ര പറയുന്നുണ്ട്? 5000 ദേശീയം. ഇനി ബോർഡർ റോഡും അന്താരാഷ്ട്ര കണക്ടിവിറ്റിയുമാണ് എങ്കിൽ എത്ര പറയുന്നുണ്ടോ? 2000 കിലോമീറ്റർ. 2000 ദേശീയമാണെങ്കിൽ 5000, ഇന്റർനാഷണൽ ആണ് എങ്കിൽ അല്ലെങ്കിൽ ബോർഡർ വൈസ് അതിർത്തി റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ 2000 കിലോമീറ്റർ. തുറമുഖം ആണെങ്കിൽ എത്ര പറയുന്നുണ്ട്? തുറമുഖവും തീരപ്രദേശ റോഡും അതും 2000 പറയുന്നുണ്ട്. ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേക്കും നിർമ്മാണത്തിനും ഇത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ബാലൻസ് NHDP പ്രവർത്തികൾ 10000 കിലോമീറ്റർ. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ 38,400 ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയായിരിക്കും. ഉൾപ്പെടുന്നു. ഭാരത് മാലയുടെ ഒന്നാം ഘട്ടത്തിൽ ഏകദേശം 24,800 കിലോമീറ്റർ ദൂരം പരിഗണിക്കുന്നുണ്ട്. ഇതിനു പുറമെ NHDPയുടെ കീഴിലുള്ള 10000, അതായത് ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എത്ര വരുന്നുണ്ട്? 34,800 ഓക്കെ കിലോമീറ്റർ ബാലൻസ് റോഡ് പ്രവൃത്തികളും ഭാരത് മാല പരിയോജന ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. ഇത് എത്ര കോടി രൂപ? 5,35,000 കോടി രൂപ കണക്കാക്കിയ ചെലവിൽ 34,800 കിലോമീറ്ററായി ഉയർത്തുന്നു. അപ്പൊ ഇവിടെ എല്ലാം ആരുടെ പോയിന്റാ പറയുന്നത്? 34,800. ഈ 34,800 24,800 പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ NHDPയുടെ കീഴിലുള്ള 10000 കൂടെ ചേരുമ്പോഴാണ് ഈ ടോട്ടൽ പറയുന്നത്. ക്ലിയർ? അതായത് നമുക്കൊരു ഏകദേശ കണക്കെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ സാമ്പത്തിക ഇടനാഴി എത്ര വരുന്നുണ്ട്, ദേശീയ ഇടനാഴിക്ക് എത്ര കൊടുക്കുന്നുണ്ട്, തുറമുഖത്തിന് എത്ര കൊടുക്കുന്നുണ്ട്, അതിർത്തിക്ക് എത്ര കൊടുക്കുന്നുണ്ട്, പിന്നെന്താണ് വേറെ എന്തോ ഒന്നുണ്ടല്ലോ, ഫീഡറിന് വേണ്ടിയിട്ട് എത്ര കൊടുക്കുന്നുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് എത്ര കിലോമീറ്റർ എന്നുള്ളത് പഠിച്ചു വെക്കണം. അപ്പൊ എല്ലാം കൂടെ ചേർന്ന് ഈ NHDPയും കൂടെ ചേർന്നിട്ടാണ് 34,800 റോഡ് ശൃംഖല വരുന്നത്. ഇത് ഓരോന്നിനെ ഡിവൈഡ് ചെയ്ത് ഓരോ ഘട്ടമായിട്ട് അല്ലെങ്കിൽ ഓരോ ഫേസസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ ഫേസസ് എത്ര ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 7 ഘട്ടമായിട്ടാണ് ഇത് പൂർത്തിയാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ 2017 മുതൽ 2022 വരെയുള്ള 5 വർഷ കാലയളവിലാണ് ഈ 34,800 കിലോമീറ്റർ ആയിട്ട് ഇത് ഉയർത്തി കാണിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അതായത് ഇതിനകത്ത് വരാത്ത കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ പറയത്തില്ലേ ഒന്നാമത്തെ 5 ഇയറിൽ അത് പറ്റിയില്ല, അതെന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ. അത് പദ്ധതികളുടെ ഷെൽഫിൽ ഉൾപ്പെടാത്ത റിംഗ് റോഡ് അല്ലെങ്കിൽ ബൈപ്പാസ് ഉൾപ്പെടെ നിർമ്മിക്കാൻ ആവശ്യമായതും ഉചിതമായതുമായ ഏതെങ്കിലും പദ്ധതി സംസ്ഥാനം നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ പരിഗണിക്കുകയോ ചെയ്താൽ ഭൂമി ഏറ്റെടുക്കലിന്റെ കുറഞ്ഞത് 50% ചെലവ് വഹിക്കാൻ സംസ്ഥാനം അല്ലെങ്കിൽ ഏജൻസി തയ്യാറാണെങ്കിൽ മാത്രമേ പരിഗണിക്കാവൂ. അത്തരം ഒരു പുതിയ പദ്ധതിയെ മോർത്ത് പരിഗണിക്കാവൂ. മോർത്ത് ധനകാര്യ മന്ത്രാലയവുമായും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുമായും മന്ത്രാലയങ്ങളുമായും ഉചിതമായ കൂടിയാലോചന നടത്തും. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നിന്നും ഏജൻസികളിൽ നിന്നുമുള്ള സമാന ഓഫറുകൾ ഗ്രാൻഡ് ചലഞ്ച് സംവിധാനം ഇപ്പോഴും അപേക്ഷിക്കും. ഇത്രയുമാണ് ഇതിനകത്ത്. അതായത് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ റിംഗ് റോഡും ബൈപ്പാസും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരത്തില്ലയോ? അപ്പൊ അതിനകത്ത് സംസ്ഥാനം എത്ര പെർസെന്റേജ് എടുത്തെങ്കിൽ മാത്രമേ ഇവര് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യത്തുള്ളൂ. 50% സംസ്ഥാനം എടുക്കണം. അതൊന്നും ഇവർ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഭാരത് മാല പരിയോജനയ്ക്കകത്ത് വന്നിട്ടില്ല. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മാക്സിമം പഠിക്കാൻ പറ്റുള്ളത്. നിങ്ങൾ പഠിക്കുമ്പോൾ എന്തുകൂടെ പഠിക്കണം, ഇതിനകത്തുള്ള ഡീപ് ലെവലായിട്ട് എന്തൊക്കെയാണ്, തുറമുഖ കണക്ടിവിറ്റിക്ക് എത്ര എടുക്കണം, ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഇതിനകത്ത് വരുന്നുണ്ടോ, ഉണ്ട്. ദെൻ ബാലൻസ്ഡ് വരുന്നതിനകത്ത് എത്ര കൊടുക്കുന്നുണ്ട്, പിന്നെന്താണ് ദേശീയ ഇടനാഴി ബോർഡറിന് എത്ര വേണം, അത് ചെറിയ നോട്ടായിട്ട് എഴുതി വെക്കണം. മനസ്സിലായോ? ഇതിൽ 900, ഇപ്പുറത്ത് വരുമ്പോൾ 6000, ഇപ്പുറത്ത് 5000, പിന്നെ 2000 എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് നോട്ടായിട്ടകത്ത് പിന്നെ എഴുതി വെക്കണം. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഈ ചോദ്യം ഇങ്ങനെ വന്നപ്പോ നോക്കിക്കേ, റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന് കീഴിൽ 2017 ആരംഭിച്ച ഭാരത് മാല പരിയോജന. അപ്പൊ ഭാരത് മാല പരിയോജന ആരംഭിച്ച വർഷം 2017. ഫസ്റ്റ് ഫേസ് 2017 മുതൽ 2022 വരെ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന് കീഴിലാണ്.
ഇനിയും അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മുടെ ഗ്രാമങ്ങളെ കണക്ട് ചെയ്യുന്ന റോഡുകളല്ല, വലിയ സാമ്പത്തിക ഇടനാഴികളും കൊറിഡോറുകളും ദേശീയ ഇടനാഴികളും തീരദേശ റോഡുകളും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ലെവൽസ് ഓഫ് 34,800 കിലോമീറ്റർ വരുന്ന ഒരു വലിയ ഒരു തരംഗമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് ഭാരത് മാല പരിയോജന വഴിയിട്ട്. മനസ്സിലായോ? അപ്പൊ അതൊന്നും അല്ല, ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട ലക്ഷ്യം, ഇതിനൊന്നും അല്ല. അതായത് റോഡ് ശൃംഖല വഴി ഇതിനെല്ലാം കണക്ട് ചെയ്യുക. പല രീതിയിലുള്ള ദേശീയ ഇടനാഴികളെയും പിന്നെ തീരദേശത്തിനെയും അതിർത്തിക്കകത്ത് വരുന്ന കാര്യങ്ങളെയും എല്ലാം എന്താണ് ആ കണക്റ്റഡ് റോഡിനകത്ത് ആ ഒരു ചെയിൻ സർവീസ് പോലെ അതിന്റെ അപ്പുറവും ഇപ്പുറവും മോഡൽ സ്റ്റേഷനോ ലോജിസ്റ്റിക്കോ അങ്ങനെ ഈ മോഡൽ ലോജിസ്റ്റിക് പാർക്കുകളാക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം, മോഡൽ ലോജിസ്റ്റിക് പാർക്കുകൾ. മനസ്സിലായോ? ഈ രണ്ടാമത്തെ പോയിന്റ് കൃത്യമായിട്ട് അങ്ങ് നന്നായിട്ട് വായിക്കണം. ഒരു 2-3 പ്രാവശ്യം ഈ സംഭവം മനസ്സിരുത്തി അങ്ങ് വായിക്കണം. ഇന്നല്ല, ഇന്നും നാളെയും മറ്റന്നാളും കൂടെ PDF എടുത്ത് വെച്ച് അങ്ങ് വായിക്കണം. ഓക്കെ, അന്നേരം നമുക്ക് ഐഡിയ പരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്, ഇപ്പൊ ഇവിടെ നമുക്ക് നവരത്ന, മഹാരത്ന, മിനിരത്ന 1, 2 എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് മഹാരത്ന എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. അതായത് കുറെ കണ്ടീഷൻസ് ഉണ്ട് ഓരോ ഇതിനെ. ഇപ്പൊ എത്ര മഹാരത്നകൾ ഇപ്പം കറന്റ്ലി അപ് ടു ജൂൺ വരെ എത്ര മഹാരത്ന അവൈലബിൾ ആണ്, നവരത്ന എത്ര അവൈലബിൾ ആണ്? ഒരു ജസ്റ്റ് മഹാരത്നയുടെ മാത്രം പറയും, കാര്യം ഒത്തിരിയും കണ്ടീഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം, അത് ഞാൻ വേറൊരു ക്ലാസ് ആയിട്ട് എടുത്ത്. ഓക്കെ, അതായത് മഹാരത്ന പദവി നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് എന്തുണ്ടായിരിക്കണം? ആ കമ്പനി ഏതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം? നവരത്നയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മുടെ സെബി ഉണ്ടല്ലോ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയിലെ ചട്ടങ്ങൾക്കനുസരിച്ച് പൊതു ഓഹരി പങ്കാളിത്തത്തോടെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടവരായിരിക്കണം. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി ആയിരിക്കണം ഈ മഹാരത്ന പദവി കൊടുക്കാൻ പോകുന്ന സംഭവം. മനസ്സിലായത്? അതായത് മഹാരത്ന പദവിയിലുള്ള ആകെപ്പാടെ 14 കമ്പനീസ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഇതുവരെ, അപ് ടു ഞാൻ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ജൂൺ അനുസരിച്ചിട്ട് നോക്കുന്ന സമയത്ത്. അപ്പോൾ ഈ മഹാരത്ന നമ്മൾക്ക് കൊടുക്കണമെങ്കിൽ ആ കമ്പനി എന്തായിരിക്കണം? നവരത്ന ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കണം. ഇനി ആ കമ്പനി സെബിയില് ഒരു പൊതു ഓഹരി പങ്കാളിത്തത്തോടെ രജിസ്റ്റർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സെബിയിൽ ഉള്ള കമ്പനി ആയിരിക്കണം. ഇനി ലാസ്റ്റ് 3 ഇയറിൽ 5000 കോടി രൂപയിൽ കൂടുതലായിരിക്കണം. 5000 കോടി രൂപയിൽ കൂടുതൽ നികുതി കഴിഞ്ഞുള്ള വാർഷിക ആദായം ഉണ്ടായിരിക്കണം. 5000 കോടി ലാഭം ഉണ്ടായിരിക്കണം. ടാക്സ് കഴിഞ്ഞിട്ട് 5000 കോടി ലാഭമുള്ളതിനെ ഇതിനകത്ത് വരത്തുള്ളൂ. അടുത്ത കണ്ടീഷൻ, 3 വർഷത്തേക്ക് ശരാശരി 25,000 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവ് നിലനിർത്തണം. എത്ര വാർഷിക ഇത് വരുത്തണം? 3 വർഷത്തേക്ക് 25,000 കോടി രൂപയുടേത്. അതായത് ലാസ്റ്റ് 3 വർഷത്തിനിടയിൽ നികുതി കഴിഞ്ഞുള്ള ശരാശരി വാർഷിക അറ്റാദായം 5000 കോടി രൂപ ആയിരിക്കണം. 25,000 കോടി രൂപ അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ അവർക്ക് വിറ്റുവരവ് ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ 3 വർഷത്തേക്ക് ശരാശരി വാർഷിക ആസ്തി 15,000 കോടി ഉണ്ടായിരിക്കണം. ആഗോള സാന്നിധ്യമോ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളോ പ്രകടിപ്പിക്കണം. ഇത്രയാണ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ പറയാം. മഹാരത്ന ആവണമെങ്കിൽ അവർ നവരത്നയിൽ ലിസ്റ്റ് ചെയ്യപ്പെടണം. ഇനി അത് മാത്രം പോരാ, അവരുടെ ലാഭം എന്ന് പറഞ്ഞത് ടാക്സ് കഴിഞ്ഞിട്ട് 5000 കോടി രൂപ ഉണ്ടായിരിക്കണം. സെബിയില് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് സെക്ടറുള്ള ഫീൽഡ് ആയിരിക്കണം.
ഇനിയും നെക്സ്റ്റ് അല്ലെങ്കിൽ എന്താണ് ലാസ്റ്റ് 3 വർഷത്തേതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ വിറ്റുവരവ് 25,000 കോടി, അല്ല എങ്കിൽ വാർഷിക ആസ്തി 15,000 കോടി, ആസ്തി 15,000 കോടിയോ അല്ലെങ്കിൽ 25,000 കോടി വിറ്റുവരവോ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അത്യാവശ്യം കുറച്ച് കിട്ടിയല്ലോ. ഇത് മാത്രം ഇനി ഒരാഴ്ചത്തേക്ക് പഠിക്കുക. ഇത് മാത്രം മഹാരത്നയുടെ ടേംസ് മാത്രം. ഇതുപോലെ ആർക്കും ഉണ്ട്, നവരത്നക്കും മിനി രത്നക്കും ഒക്കെ ഉണ്ട്. ഇത് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. മഹാരത്ന എന്ന് പറഞ്ഞിരിക്കുന്നത് നവരത്ന എന്ന് പറയുന്ന അതിനകത്ത് ലിസ്റ്റ് ചെയ്യും പദവി നേടിയിരിക്കേണ്ടതായിരിക്കണം. ഇനി ഇതിനകത്ത് 5,000 കോടി രൂപ 3 വർഷത്തിനുള്ളിൽ നികുതി കഴിഞ്ഞിട്ട് ശരാശരി ആദായം ലാഭം ഉണ്ടായിരിക്കണം. ഇനിയും എന്തായിരിക്കണം? 25,000 കോടി രൂപ 3 വർഷത്തിനുള്ളിൽ വിറ്റുവരവ് ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ അവരുടെ ആസ്തി 15,000 കോടി രൂപ ആയിരിക്കണം 3 വർഷത്തേക്ക്. ക്ലിയർ? ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഏത് കമ്പനിക്ക് ഉദാഹരണം എന്ന് അവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? മഹാരത്ന അല്ലെ? ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നവരത്ന, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ മിനിരത്ന 1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എയർപോർട്ട് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് 2-ലാണ് വന്നിരിക്കുന്നത്. മിനിരത്നയുടെ രണ്ടാമത്തെ ഫേസ്. അപ്പൊ നോക്കാം, മഹാരത്ന റിലേറ്റ് ചെയ്ത് നമുക്ക് എത്ര കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്? 14 കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ് നമുക്കിപ്പോ പരീക്ഷയ്ക്കകത്ത് വന്നത്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നമുക്ക് മഹാരത്നയ്ക്കകത്ത് വന്നത്. ഇപ്പൊ നോർമലി എല്ലാത്തിനകത്തും 13 ഒക്കെ വരെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മുടെ ഇതിനകത്തൊന്ന് എടുക്കുന്ന സമയത്ത് 14 എണ്ണം വന്നിട്ടുണ്ട്. 14 എണ്ണമാണ് ലേറ്റസ്റ്റ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ 13 ഒക്കെ കാണത്തുള്ളൂ ചില സൈറ്റുകളിൽ. പക്ഷെ കറക്റ്റ് എത്രയാണ്? 14 ആണ് വരുന്നത്. മഹാരത്ന റിലേറ്റ് ചെയ്തിട്ട് ഭാരത്, നമ്മുടെ ബെൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, BHEL, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, ദെൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, കോൾ ഇന്ത്യ, ഗെയിൽ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, NTPC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ. ഇത് ഫസ്റ്റ് ആയിട്ട് പഠിക്കണം. ഈ 14 എണ്ണം പഠിക്കണം. പിന്നെ നവരത്നയ്ക്കകത്ത് എത്ര എണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്? നവരത്നയ്ക്കകത്ത് 26 എണ്ണമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനകത്തും 24 വരെ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. 26 വരെ ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് അഫേഴ്സിനകത്ത് ഇത് വന്നതാണ്. കാറ്ററിംഗ്, ടൂറിസം ഒക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. അത് ഏതിനകത്താണ് വന്നത്? ഫിനാൻസ് കോർപ്പറേഷനും ഒക്കെ ഏതിനകത്താ വരുന്നത്? ആക്ച്വലി നവരത്നയ്ക്കകത്താണ് വരുന്നത്. നവരത്ന. അപ്പൊ ഇത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആരാണ്ട് ചോദിച്ചല്ലോ, കറണ്ട് അഫേഴ്സ് ഇല്ലേ, കറണ്ട് അഫേഴ്സ് ഇല്ലേ, എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് മെയിൻസിന് കറണ്ട് അഫേഴ്സ് പറയാഞ്ഞത് എന്നുള്ള കാര്യം റീസൺ മനസ്സിലായി കാണുമല്ലോ. ഇന്ത്യൻ എക്കണോമിയും കേരള എക്കണോമിയും കേരള ഡെവലപ്മെന്റും ഒക്കെ പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കറണ്ട് അഫേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. അതെല്ലാം കറണ്ട് അഫേഴ്സ് തന്നെയാണ്. പിന്നെ നിങ്ങളെ ഒന്നുകൂടെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വലിയ രീതിയിൽ 15 മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ എത്ര കറണ്ട് അഫേഴ്സ് വന്നു? 2-3 കറണ്ട് അഫേഴ്സ് കണ്ടല്ലേ വന്നുള്ളൂ. അപ്പൊ അതിലൊന്നും കാര്യമില്ല. അതൊക്കെ അവരവരുടെ ലക്ക് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. മിനി രത്ന റിലേറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫേസിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 20, 32, 49 എണ്ണം വരുന്നുണ്ട് മിനിയുടെ ഫസ്റ്റ് ഫേസ്. അത് നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട, കറക്കെ കുത്താൻ മതി. ഇനി ഈ മിനി രത്ന സെക്കൻഡ് ഇത് പഠിക്കണം. അത് എത്ര എണ്ണമേ ഉള്ളൂ? 10 എണ്ണേ ഉള്ളൂ. മനസ്സിലായോ? അതായത് മിനി രത്ന സെക്കൻഡ് റിലേറ്റ് ചെയ്ത് 10 എണ്ണമാണ് വരുന്നത്. അപ്പൊ അത് എത്രയാണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് നമുക്ക് മേ ബി ചോദ്യം വരാം. അതായത് എന്തോ ആദ്യം നമ്മൾ പറഞ്ഞത് മഹാരത്ന. മഹാരത്നയുടെ എത്ര എണ്ണം ഉണ്ട്? 14. മിനി രത്ന 2 എത്ര വരുന്നുണ്ട്? 10. ഒരു 49 വരുന്നുണ്ടല്ലേ? ഒരു 49 അല്ലേ മിനി രത്ന 1 ആണ്. ഇനി നവരത്ന എത്ര ഉണ്ട്? 26. അപ്പൊ അതിന്റെ എണ്ണം ഒന്ന് പഠിച്ചു വെക്കണം. ഇപ്പൊ അപ് ടു നിങ്ങളുടെ പരീക്ഷ വരെ ഇതൊന്നും മാറത്തൊന്നുമില്ല എന്നാ തോന്നുന്നത്. എപ്പൊ വേണേലും ഇതിനകത്ത് എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം.
ഇനി 14, 26, അതായത് ഈ കണ്ടീഷൻസ് ആരുടെയൊക്കെ മാറുന്നുണ്ടോ, ചിലപ്പോൾ ഈ ഉള്ള കമ്പനിയുടെ ലിസ്റ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് മാറാം, അല്ലെങ്കിൽ നിലവിലുള്ള കമ്പനി അപ്പുറത്തേക്ക് മാറാം, അങ്ങനെയൊക്കെ വരാം. ഇവിടെ നമുക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നത് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പരീക്ഷയ്ക്കകത്ത് വന്നത് അല്ലെ. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതെന്തുവാണ്? മിനി രത്നയുടെ 2 ആ വന്നത്. ഇനി അടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് എന്തുവായിരുന്നു? എയറോനോട്ടിക്സോ? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ആൻഡ്രിക്സ് കോർപ്പറേഷനും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത്യാവശ്യം പഠിച്ചു വെക്കണം. മിനി രത്ന 1-നകത്താണ് BSNL, 1-നകത്താണ് BSNL, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ആൻഡ്രിക്സ് കോർപ്പറേഷൻ. നമ്മൾ മുമ്പേ റെയിൽവേയുടെ കാര്യം പറഞ്ഞപ്പോ എന്തുവായിരുന്നു പറഞ്ഞത്? റെയിൽവേയുടെ കാറ്റഗറി അവരുടെ ഫിനാൻസ് കോർപ്പറേഷനും കാറ്ററിംഗും ടൂറിസവും നവരത്നയിൽ വന്നിട്ടുണ്ട്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് ഫീൽഡ് ആണ്? സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നവരത്ന. ഇതൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെ ഷെയർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ ഈ കമ്പനികളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. മസഗോൺ ഡോക്ക് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് അറിയത്തില്ല, ഇവരാണ് ഷിപ്പ് ബിൽഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെന്തുണ്ട്? നവരത്ന ഉണ്ട്. ഇനിയും നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ഏതിനകത്ത് വരുന്നു? നവരത്ന. ഫെർട്ടിലൈസേഴ്സ് ഏതിനകത്ത് വരുന്നു? നവരത്ന. ഭാരത് ഇലക്ട്രോണിക്സ് ONGC ഏതിനകത്ത് വരുന്നു? നവരത്നക്കകത്താണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നവരത്ന. ഷിപ്പിംഗ് ഏതിനകത്ത് വരുന്നു? നവരത്നയാണ്. BSNL ഏതിനകത്ത് വരുന്നു? BSNL. പെട്ടെന്ന് പറഞ്ഞേ, BSNL. അപ്പൊ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം, എവിടാണ് വരുന്നത് എന്നുള്ളത്. മിനിക്കകത്താണ് വരുന്നത്. എവിടെ? BSNL മിനി 1 യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം പിന്നെ ഓരോ ഫോണിനകത്ത് നമ്മൾ പണ്ടൊക്കെ ആൾക്കാരുടെ പേര് സേവ് ചെയ്യുമ്പോൾ മിനി 1, മിനി 2 എന്നൊക്കെ പറഞ്ഞ് ചെയ്തില്ലേ? എന്റെ ഹസ്ബൻഡ് എന്റെ CG1, CG2, CG3, CG4, CG5, CG6, 7 എന്ന് പറഞ്ഞിട്ടാണ് അവർ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അത് പറയുന്നത് പോലെ BSNL ആണെന്ന് ഓർത്തിച്ചാൽ മതി. അപ്പൊ അവിടെ നമ്മൾ എന്താണ്? മിനി 1 എന്നൊന്ന് സേവ് ചെയ്ത് വെക്കണം. BSNL-നകത്ത് എന്താണ്? ഫോൺ നമ്പറിനകത്ത് മിനി 1. ക്ലിയർ? പറഞ്ഞത് മനസ്സിലായോ? പണ്ട് എനിക്ക് ഒത്തിരി നമ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇല്ല. അതാണ് മിനി 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മിനി രത്നയാണ്, അല്ലാതെ മിനി ചേച്ചിയല്ല കേട്ടോ. ഫെർട്ടിലൈസർ ഏതിനകത്ത് വരും? ഫെർട്ടിലൈസർ ഏതാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പെട്ടെന്ന് പറയൂ. നവരത്ന. അതായത് നമുക്ക് ഈ നവരത്ന, അതായത് നമ്മൾ കുറച്ച് ഫെർട്ടിലൈസർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പുതിയ കാര്യങ്ങൾ, നവധാന്യങ്ങൾ എന്ന് ഓർത്ത് വെച്ചാൽ മതി. നവധാന്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നു. ONGC. പിന്നെന്താണ്? റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, ഷിപ്പിംഗ് കോർപ്പറേഷന്, അലൂമിനിയം കമ്പനി, നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, നെയ്വേലിയുടെ കേട്ടിട്ടില്ലേ നമ്മൾ? നെയ്വേലി, അത് നവരത്നയാണ്. കണ്ടെയ്നർ കേട്ടിട്ടില്ലേ? കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പൊ കണ്ടെയ്നർ അതിനകത്ത് വരുന്നുണ്ട്, എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്, ടെലിഫോൺ. വെറുതെ, അതായത് നമ്മൾ പണ്ട് ഈ MTNL എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? BSNL ഒക്കെ പഠിക്കുമ്പോൾ പണ്ട് അതിന്റെയൊക്കെ ഹിസ്റ്ററി എടുക്കുമ്പോൾ MTNL എന്നൊക്കെ പറഞ്ഞ് പഠിക്കുക. ഇപ്പൊ MTNL ഏതിനകത്താ? നവരത്നക്കകത്താ ഇപ്പൊ കറന്റ്ലി വന്നിരിക്കുന്നത്. ഇർക്കോൺ റൈറ്റ്സ്. പിന്നെ ഏത് വരുന്നുണ്ട്? വെയർഹൗസിംഗ്. റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് എവിടാ വരുന്നത്? ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് നവരത്നക്കകത്ത് വരുന്നുണ്ട്. അപ്പൊ നവരത്നക്കകത്ത് ടോട്ടൽ എത്ര എണ്ണം വരുന്നുണ്ട്? 26 വരുന്നുണ്ട്. 26. അതിനകത്ത് ഇന്ത്യൻ റെയിൽവേയുടെ 2 എണ്ണം ഓർക്കാവല്ലോ, കാറ്ററിംഗ് ആൻഡ് ടൂറിസവും ഫിനാൻസ് കോർപ്പറേഷനും ഓർക്കാലോ. ഓക്കെ,
ഈ 49 നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റത്തില്ല, നമുക്ക് അറിയാവുന്നത് മാത്രം അത്യാവശ്യം നോക്കി വെക്കണം. കണ്ടോ, ഫിലിം ഡെവലപ്മെന്റ്, രാജസ്ഥാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ലിമിറ്റഡ്, രാജസ്ഥാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ലിമിറ്റഡ്, ലിംസ് മാനുഫാക്ചറിംഗ്, ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ്. ഇവിടെ വീണ്ടും എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അപ്പുറത്തെ എഞ്ചിനീയറിംഗ് എന്തുവാണെന്ന് കൂടെ നോക്കണേ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ആരവല്ലി ജിപ്സം ആൻഡ് മിനറൽസ് ഇന്ത്യ ലിമിറ്റഡ്, ഫെറോസ് സ്ക്രാപ്പ് നിഗം ലിമിറ്റഡ്, HMT. HMT കേട്ടിട്ടില്ലേ? HMT എന്തുവാ അത്? വാച്ചോ. മെഡിസിൻസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ. ഫെർട്ടിലൈസർ ഏതിനകത്ത് വരും? ഫെർട്ടിലൈസർ നവധാന്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫെർട്ടിലൈസർ നോക്കാം. മെഡിസിൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഏതിനകത്ത് വരും? മിനി 2 വരും. BSNL മിനി 1 വരും, ഇല്ലയോ? പിന്നെ റെയിൽവേയുടെ ടൂറിസം നവ, ഫിനാൻഷ്യൽ റെയിൽവേയുടെ നവ. ഓക്കെ, ഇത് ഇങ്ങനെ ജസ്റ്റ് എല്ലാ ദിവസവും എടുത്തു വെച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിക്ക് ചെയ്യും. നമ്മുടെ പരീക്ഷയ്ക്കകത്ത് വന്ന എന്തുവാ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. പിന്നെ ഗെയിൽ ചോദിച്ചാലും അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും എവിടെ വരും? മഹാരത്നയിൽ വരും. അപ്പൊ അവർക്ക് എത്ര കോടി ലാഭം ഉണ്ടാവണം മഹാരത്നയിൽ കയറണമെങ്കിൽ? 3 വർഷത്തെ ശരാശരി അറ്റാദായം ടാക്സ് കഴിഞ്ഞതിന് ശേഷം 5000 കോടി രൂപ അറ്റാദായം. ആസ്തി ചോദിച്ചാൽ 15000 കോടി 3 വർഷത്തെ ശരാശരി. ഇനി അല്ല എങ്കിൽ വിറ്റുവരവ് ചോദിച്ചാൽ എത്ര കോടി പറയണം? 25000 കോടി. ലാഭം ചോദിച്ചാൽ 5000 കോടി. ലാസ്റ്റ് 3 ഇയർ ശരാശരി ലാഭം, വാർഷിക ശരാശരി ലാഭം. ഇത് കണ്ടോ? ONGC, ഗെയില്, കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. എയറോനോട്ടിക്സ് ഏതിനകത്താ വരുന്നത്? മഹാരത്ന പദവി ലഭിച്ചിരിക്കുന്നതാണ്. ഓയിൽ ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ 14 ഇന്ന് പഠിക്കണേ. പറ്റുമോ? ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, NTPC, ONGC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇനി ഇത് കൂടാതെ ഞാൻ കുറെ കാര്യങ്ങൾ അല്ലാതെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫിലിമിനകത്ത് ഏത് പഠിക്കണം അത് എഴുതി വെക്കണം. BSNLന്റെ ഏത് വേണം, ഫെർട്ടിലൈസർ വരുമ്പോ ഏത് വേണം, പിന്നെ റെയിൽവേയുടെ 2 പറഞ്ഞിട്ടുണ്ട്, അത് ഇതിനകത്ത് വരും. അതൊക്കെ ഒന്നുകൂടെ അഡീഷണലി പറഞ്ഞിരിക്കുന്നതോടെ എഴുതി വെക്കണം. അത്രയും പഠിച്ചാൽ 49 ഉള്ളതിനെ സ്കിപ്പ് ചെയ്തേക്കാം. ഇനി ഇവിടോട്ട് നോക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഏതിനകത്ത് വരുന്നു? റൈറ്റിലോട്ട് നോക്കാതെ ലെഫ്റ്റിലെ മാത്രം നോക്കിയിട്ട് പറഞ്ഞേ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, മഹാരത്ന അല്ലെ? ഇനി നാഷണൽ ഫിലിം ആണ് എങ്കിൽ എന്തിനകത്ത് നമ്മൾ പറയും? നാഷണൽ ഫിലിം മിനി 2. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, നവരത്ന. ഷിപ്പിംഗ് കോർപ്പറേഷൻ നവരത്ന. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, അത് മിനി 1. മനസ്സിലായി? ഇതുവരെ ഓർഡറിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ അങ്ങ് ചോദിച്ചിരിക്കുന്നത്. അതായത് മഹാരത്ന, നവരത്ന, മിനി രത്ന 1, 2 കണ്ടോ? ഓർഡറിലല്ലേ ഉപയോഗിച്ചേക്കുന്നത്. അതായത് ഇതിന്റെ ഓർഡറിൽ മഹാരത്ന കഴിഞ്ഞിട്ട് നവരത്ന, നവരത്ന കഴിഞ്ഞിട്ട് മിനി രത്ന, മിനി രത്ന കഴിഞ്ഞിട്ട് 2. ആ ഓർഡറിൽ അങ്ങ് അടുപ്പിച്ചങ്ങ് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരുന്നു? ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, നവരത്ന. ഷിപ്പിംഗ് കണ്ടായിരുന്നു? ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇവിടുത്തെ 10ാമത്തെ ചോദ്യമാണ്.
എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. കണ്ടെയ്നർ, ഷിപ്പും കണ്ടെയ്നറും അത് തന്നെയാണ്. ഓക്കെ ഓക്കെ. വെയർ ഹൗസിംഗ് ഉണ്ട്, വെയർ ഹൗസിംഗ്. സോളാർ എനർജി, മസഗോൺ ഡോക്ക്. പിന്നെ റെയിൽ ഉണ്ടായിരുന്നല്ലോ, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. ഇത് വഴി റെയിൽ വികാസ് നിഗം ലിമിറ്റഡും മസഗോൺ ഡോക്കും എല്ലാം നവരത്നക്കകത്താ വരുന്നത്. BSNL ഇതിനകത്ത് മിനി രത്ന 1ന്റെ എന്തോ നമ്മൾക്ക് ചോദ്യം വന്നത് ആൻഡ്രിക്സും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും. ഇതാണ് ഫസ്റ്റ് ആണ്, ഇതാണ് ചോദിച്ചേ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇപ്പൊ ആൻഡ്രിക്സ് കോർപ്പറേഷൻ എന്തുവാ, അതും 1ലാ വരുന്നത്. BSNLും 1ലാ വരുന്നത്. അതായത് നമുക്ക് 3 ഓപ്ഷൻ അറിയാമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കറക്കി കുത്താൻ പറ്റും. 2 അറിയാമെങ്കിലും കിട്ടും, അത്യാവശ്യം കറക്കി കുത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാലും ഇങ്ങനെ ചോദ്യം ചോദിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അല്ലാതെ ഒറ്റയടിക്കുകയാണെങ്കിൽ പ്രശ്നം വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിരുത്തി, ഇന്നത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാ പരീക്ഷകൾക്കും വേണ്ടതാണ്. അപ്പൊ ഒന്ന് റിവൈസ് ചെയ്യുക. യൂട്യൂബിൽ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. ഫയൽ വന്നോന്ന് പറയണേ.